ഇന്ത്യയിൽ ഏറ്റവും വൃത്തിയുള്ള ആൾക്കാർ കേരളീയരാണെന്നും എന്നും കുളിക്കുന്നവരാണെന്നും മന്ത്രി എം.പി. രാജേഷ്. എന്നാൽ സ്വന്തം മാലിന്യം സംസ്കരിക്കുന്ന കാര്യത്തിൽ നാം പിന്നോട്ടാണ്. ഇത് ഗവൺമെന്റുകളുടെ ഉത്തരവാദിത്തമെന്നാണ് ബഹുഭൂരിപക്ഷം പേരും കരുതുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തിൽ 66,000-ൽ പരം ടൺ മാലിന്യമാണ് ഹരിതകർമ്മസേന ശേഖരിച്ചത്. ഇല്ലെങ്കിൽ കേരളത്തിന്റെ സ്ഥിതി എന്താവുമായിരുന്നു എന്നും മന്ത്രി ചോദിച്ചു. എന്നാൽ 50 രൂപ നൽകാൻ പലർക്കും മടിയാണെന്നും മന്ത്രി പറഞ്ഞു. മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിനായി സംസ്ഥാന തലത്തിൽ ആരംഭിച്ചിട്ടുള്ള ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഈ അമരവിള ചെക്ക് പോസ്റ്റിൽ വെച്ച്, അമരവിള RRF-ൽ വെച്ച് സന്തോഷത്തോടുകൂടി നിർവഹിച്ചതായി ഞാൻ അറിയിക്കുകയാണ്. ഈ മാലിന്യ ശേഖരണ പരിപാടിയുടെ എനിക്ക് ശേഷം തദ്ദേശ വകുപ്പിന്റെ സ്പെഷ്യൽ സെക്രട്ടറി വിശദീകരിക്കുന്നുണ്ട്. ഞാൻ അതിലേക്ക് ഒന്നും അതുകൊണ്ട് കൂടുതൽ നല്ല നിലയിലാണ് കൈകാര്യം ചെയ്യേണ്ടത്. പക്ഷേ ഇതെല്ലാം ശേഖരിക്കാൻ ഒരു സംവിധാനം വേണം. ഇപ്പോൾ ഹരിതകർമ്മസേന വഴി ഈ മാലിന്യം ശേഖരിക്കാനാണ് നാം തുടക്കം കുറിക്കുന്നത്. ഇതാണ് ഈ മാലിന്യം ശേഖരിക്കാനുള്ള വ്യവസ്ഥാപിതവും ഔദ്യോഗികവുമായിട്ടുള്ള സംവിധാനം എന്നത്. ഒരു ദുർഗന്ധവുമില്ലാത്ത ഏറ്റവും വൃത്തിയുള്ള സംവിധാനങ്ങളാണ് ഇന്ന് മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ. അതുകൊണ്ട് മാലിന്യമുക്ത നവകേരളം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ നമുക്ക് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാം. ജനങ്ങളെയാകെ ബോധവൽക്കരിച്ചും, എത്ര ബോധവൽക്കരിച്ചാലും ബോധം വീഴാത്തവരെ തിരുത്തി, കർശനമായ നടപടികളിലൂടെ തിരുത്തി ഈ ലക്ഷ്യം കൈവരിക്കാൻ മുന്നോട്ട് പോകാം. അതിന് നെയ്യാറ്റിൻകര നഗരസഭ നടത്തുന്ന ശ്രമങ്ങൾക്ക് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയുണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.